വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ മധുരവാണികൾ കേട്ട് സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത പ്രണാമം. മനുഷ്യൻ മനസ്സുണർന്ന കാലം മുതൽ ദൈവത്തെ തേടുകയാണ്. അതിൻ്റെ ഭാഗമായി അനുഷ്ഠാനങ്ങളിലേക്കും മതസങ്കല്പങ്ങളിലേക്കും ഒക്കെ കടന്നു. മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രത്യക്ഷ സാന്നിധ്യം ആഗ്രഹിക്കുമ്പോൾ ദൈവവും മറ്റു ചരാചരങ്ങളും തിരികെ മനുഷ്യനോട് ഒരേ ഒരു കാര്യം മാത്രം അപേക്ഷിക്കുന്നുണ്ട്. അല്പം അനുകമ്പ കാട്ടണേ എന്നാണ് അത്. മനുഷ്യൻ അനുകമ്പയുള്ളവനായാൽ ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ തകരാതെ ഇരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയങ്ങളിലേക്ക് കടക്കാം. 2024 ജൂലൈ ലക്കം എഡിറ്റോറിയൽ, സത്ചിന്ത എന്നിവയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യം എഡിറ്റോറിയൽ നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ഗുരുവിദ്യാപീഠം ആചാര്യനുമായിരിക്കുന്ന ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ വാങ്ങുന്നവരാകരുത് കൊടുക്കുന്നവരാകുക എന്ന എഡിറ്റോറിയലാണ് ആദ്യം. അവകാശങ്ങൾ നേടിയെടുക്കാനാണ് നമ്മുടെ സമരങ്ങൾ, പോരാട്ടങ്ങൾ എല്ലാം തന്നെ. അത് പൊതുസമൂഹത്തിൽ സംഘം ചേർന്ന് നടത്തും. വ്യക്തി ജീവിതത്തിൽ ഒറ്റ തിരിഞ്ഞ് അവകാശ പോരാട്ടം നടത്തും. അങ്ങനെ പുറത്തേക്കുള്ള സമരമാണ് ജീവിതം. അവനവൻ്റെ അകത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലുമില്ല. പുറമേ തിരഞ്ഞു നടക്കുന്നതിൻ്റെ എല്ലാം ഉടമ നമ്മുടെ അകമേയാണെന്ന് അറിയാതെയാണ് എല്ലാവരും കിട്ടാനുള്ളത് തേടി മറ്റുള്ളവരുടെ പിന്നാലെ ഓടുന്നത്. ഒടുവിൽ നേടേണ്ടത് നേടാനായില്ല എന്ന നിരാശയാവാം സമ്പാദ്യം. അല്ലെങ്കിൽ നാം നേടിയിട്ടും നമുക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല, നമ്മിൽ നിന്നും അതാരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു, ഇനി പൊരുതാൻ ആയുസ്സും ബലവുമില്ല എന്ന നിരാശതയുടെ പടുകുഴിയാവാം മിച്ചമുണ്ടാവുക. നേടാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ നമ്മെ മഥിക്കുന്ന ചിന്ത എന്താണ്? എവിടെയോ നമുക്ക് വേണ്ടതൊക്കെ ഇരിക്കുന്നു, അതിൻ്റെ ഉടമകൾ മറ്റാരോ ആണ്, അവരിൽ നിന്ന് നമുക്ക് വേണ്ടത് പിടിച്ചു വാങ്ങണം എന്നാണ്. ആ വഴിക്കാണ് നമ്മുടെ നവോത്ഥാന സമരങ്ങൾ എല്ലാം തന്നെ സഞ്ചരിച്ചത്. എന്നാൽ അതിൻ്റെ ദുഷ്ഫലം നമ്മുടെയൊക്കെ വീടുകളിൽ കുഞ്ഞുടുപ്പുമിട്ട് വന്നു നിൽപ്പുണ്ട്. ആരെങ്കിലും കാണുന്നുണ്ടോ അതിനെ? നമ്മുടെ മക്കൾ, കുഞ്ഞുമക്കൾ എന്നിവരാണ് ആ കുഞ്ഞുടുപ്പുകാർ. അവരും അവകാശ പോരാട്ടക്കാരാണ്. അവരുടെ മുതലാളി മാതാപിതാക്കളാണ്. അവരിൽ നിന്ന് നേടേണ്ടത് നേടുക എന്നതാണ് മുദ്രാവാക്യം. തിരികെ കൊടുക്കേണ്ടത് എന്ത് എന്ന ചിന്തയേയില്ല. ആഗ്രഹങ്ങളെ മാതാപിതാക്കളുടെ വരുമാനത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന പുതിയ തലമുറക്കാർ ഇന്ന് അപൂർവമാണ്. വലിയ അവകാശബോധങ്ങൾ ഒന്നുമില്ലാതെ ജീവിച്ച തലമുറയുടെ കാലത്തെ മാതാപിതാക്കൾക്ക് ഇത്രയും സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മക്കളുടെ ഒരു കരുതൽ അവർക്കെന്നും അനുഭവിക്കാനും കഴിഞ്ഞിരുന്നു. അച്ഛനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട, ഇതെല്ലാം പറഞ്ഞാൽ അമ്മ വിഷമിക്കും എന്നൊക്കെയുള്ള മക്കൾ വക കരുതൽ ഇന്നില്ലാതായി. പണ്ട് എങ്ങനെയായിരുന്നു കുടുംബജീവിതം? അവനവൻ്റെ പാങ്ങനുസരിച്ച് മക്കളെ പോറ്റും. സാധിക്കാത്തതെന്ന് തോന്നുന്ന ഒന്നിൻ്റെയും പിന്നാലെ കടവും വിലയും വാങ്ങി ഓടുമായിരുന്നില്ല. അച്ഛനെ കൊണ്ട് അതൊന്നും കൂട്ടിയാൽ കൂടില്ല മക്കളെ, നിങ്ങൾ വലുതായി കാശുണ്ടാക്കുമ്പോൾ ചെയ്തോളൂ എന്നു പറഞ്ഞ് അച്ഛൻ തന്നെ കൊണ്ട് കഴിയാവുന്ന വിധം
കടം കയറാതെ ജീവിക്കും. വിവാഹം അന്ന് കൊക്കിലൊതുങ്ങും വിധം നടത്തി. പാലുകാച്ചൽ, അടിയന്തിരങ്ങൾ എന്നിവയൊക്കെ സാധിക്കും വിധം മാത്രം നടത്തി. ബർത്ത്ഡേ ആഘോഷിച്ച ചരിത്രമില്ല. വെഡ്ഡിങ് ആനിവേഴ്സറി അന്നു രാത്രി ഒന്നിച്ചു കിടക്കുമ്പോൾ ഒരാൾ മറ്റൊരാളെ ഓർമ്മിപ്പിച്ചാലായി. ഒരാലിംഗനത്തിൽ ആ ആഘോഷം തീരും. ഇല്ലെങ്കിൽ രണ്ടാളും മറന്നേ പോയിട്ടുണ്ടാകും. പക്ഷേ ഭാര്യാഭർത്താക്കന്മാർക്കിടയിലെ ശക്തമായ ബന്ധം ഒരു കാറ്റിലും ഉലയുന്നതായിരുന്നില്ല. ഇന്ന് ആവശ്യങ്ങൾ കൂടി, സഹനങ്ങൾ കുറഞ്ഞു. അതോടെ ഭാര്യാഭർത്തൃബന്ധവും ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായി. തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ മറ്റൊരാളിൽ നിന്ന് സാധിക്കുന്നില്ലെങ്കിൽ വിവാഹമോചനം നേടാൻ അവർക്കറിയാം. നിയമവും സമൂഹവും അതൊക്കെ ശരിവെച്ചു തുടങ്ങി. നമ്മുടെ തൊഴിലിടങ്ങളിൽ തൊഴിലിനോടുള്ള ആത്മാർത്ഥത കുറയുകയും ആനുകൂല്യങ്ങളോടുള്ള ആസക്തി കൂടുകയും ചെയ്തു. ഫലമോ എത്ര തുക കിട്ടിയാലും നല്ല സേവനം കിട്ടാതായി. സമൂഹത്തിൽ ആകമാനം അവകാശബോധം കുത്തിവെച്ചപ്പോൾ അതിൻ്റെ പാർശ്വഫലം സ്വന്തം വ്യക്തിജീവിതത്തിലേക്ക് കയറി വന്ന് കുഴപ്പമുണ്ടാക്കുമെന്ന് ആരും കരുതിയില്ല. ഇന്ന് സൗഹൃദങ്ങൾ പോലും തനിക്ക് ഗുണമുള്ളവരോട് മാത്രമാക്കി മാറ്റിയില്ലേ? തനിക്ക് ഗുണമുള്ള അകന്ന ബന്ധുവിനോട് അടുപ്പം കാട്ടുകയും തനിക്ക് ഗുണമില്ലാത്ത അടുത്ത ബന്ധുവിനോട് അകലം കൂട്ടുകയും ചെയ്യുന്നു നമ്മൾ. എല്ലാം ഞാൻ, എനിക്ക്, എൻ്റെ സൗകര്യത്തിന്, അതെൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെയുള്ള ഞാൻ അധിഷ്ഠിത വ്യക്തിബോധത്തിലേക്ക് ചുരുങ്ങി നമ്മൾ. അതോടെ നമ്മളെല്ലാം ഒറ്റപ്പെട്ട വ്യക്തികളായി മാറി. താങ്ങും തണലുമായി ആർക്കും ആരും ഇല്ലാത്ത അവസ്ഥയിലെത്തി. പണമില്ലാത്ത ATM മെഷീനിലേക്ക് ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? പണമില്ലാത്ത ATMന് എന്തിന് സെക്യൂരിറ്റി? അത്തരം സുരക്ഷാ സംവിധാനമില്ലാത്ത ഉപേക്ഷിക്കപ്പെട്ട ATMകളായിപ്പോയി കുറേ മനുഷ്യർ. ഉള്ളത് മുഴുവൻ അവർ കൊടുത്തു കഴിഞ്ഞു. ഇനി മിച്ചം വന്നത് അസുഖങ്ങളും ആവതില്ലായ്മകളും മാത്രം. അത് ആർക്കും വേണ്ടാത്തതല്ലേ? ആരെങ്കിലും അത് ഏറ്റെടുക്കുമോ? ചിന്തിക്കണം നമ്മൾ. ഇനിയെങ്കിലും നമുക്ക് മാത്രമല്ല അവകാശങ്ങൾ വേണ്ടത്. നമ്മെ ജീവിക്കാൻ വിട്ട ദൈവത്തിനുമുണ്ട് അവകാശം. നമുക്ക് ശരീരമായി തീർന്ന പഞ്ചഭൂതങ്ങൾക്കും ആവശ്യമുണ്ട്. വെളിച്ചവും ഊർജവും തരുന്ന സൂര്യനും വസിക്കാൻ ഇടം തന്ന ഭൂമിക്കും ആവശ്യങ്ങളുണ്ട്. അവയൊക്കെ അവർ ആരോട് ചോദിക്കും? എല്ലാവരും അവർക്ക് മക്കൾ. അതിനാൽ ഒന്നും ചോദിക്കാതെയും പരാതി പറയാതെയും എന്നും അങ്ങോട്ട് മുടങ്ങാതെ കൊടുത്തുകൊണ്ട് അവർ പ്രപഞ്ചത്തിൽ തുടരുന്നു. അവകാശം പറഞ്ഞു പോരാടുന്ന നമുക്ക് അവരുടെയൊന്നും ആയുസ്സിൻ്റെ ഒരംശം പോലും ഭൂമിയിൽ തുടരാൻ സാധിക്കുന്നില്ല. ഭൂമി സംരക്ഷിക്കണം, പ്രകൃതി സംരക്ഷിക്കണം, അവശരെ സഹായിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കടമകളാണ്. കിട്ടാനുള്ളതിനു പിന്നാലെ ഓടുമ്പോൾ കൊടുക്കാനുള്ളത് മറക്കരുത്. കൊടുക്കുന്നവനാണ് സമൃദ്ധി. വാങ്ങുന്നവൻ എന്നും ദരിദ്രനായിരിക്കും. കൊടുക്കുന്നവനാണ് തമ്പുരാൻ. അയാളോട് വഴക്കടിച്ചു വാങ്ങിയാലും വാങ്ങുന്നവൻ എന്നും ദരിദ്രനായിരിക്കും. സ്വന്തം ഉള്ളകം സമൃദ്ധമാക്കുക. അതിൽ നിന്ന് പകർന്നു കൊടുക്കാൻ പഠിക്കുക. വിട്ടുകൊടുത്തും ക്ഷമിച്ചും മനസ്സ് വിശാലമാക്കുക. കൊടുക്കുന്തോറും ഏറുന്നത് മാത്രം സമ്പാദിക്കുക. അതുകൊണ്ട് മറ്റെല്ലാം തന്നെ എല്ലായ്പ്പോഴും സമൃദ്ധമായിരിക്കും. നിങ്ങളിൽ നിന്ന് പുതിയതൊക്കെയും വന്നുകൊണ്ടേയിരിക്കുമെങ്കിൽ നിങ്ങൾക്കു ചുറ്റിനും ആയുസ്സൊടുങ്ങും വരെ ആളുണ്ടാവും. അതിനുശേഷവും അവരുടെ സ്മരണയിൽ നിങ്ങളുണ്ടാവും. ഭൗതിക സമ്പാദ്യങ്ങൾ ഇട്ടെറിഞ്ഞ് അകമ്പൊരുൾ തേടിപ്പോയ ഗുരുവിനെ ഇന്നും ലോകം നമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലക്ഷക്കണക്കിന് ജനതയുടെ അവസാന ആശ്രയമായി ഗുരുവിൻ്റെ നാമം തിളങ്ങുന്നു. എന്തുകൊണ്ട്? ഒരിക്കലും വറ്റാത്ത ഒന്ന് അവിടെ നിറഞ്ഞിരിക്കുന്നു. അത് സ്വായത്തമാക്കാനായിരുന്നു ഗുരുവിൻ്റെ ശ്രദ്ധ മുഴുവൻ. ആ ആത്മചൈതന്യം അകമേ നിറഞ്ഞിരുന്നാൽ
ആവശ്യക്കാർ ഇങ്ങോട്ട് വരും. കൊടുത്താലും ഏറി അത് കൂടെയുണ്ടാകും. അതുള്ളിടത്ത് ധനവും സമൃദ്ധിയും ഐശ്വര്യവും കാവൽ നിൽക്കും. അതിനെ വിട്ട് ധനസമൃദ്ധി ഐശ്വര്യങ്ങൾക്ക് പിന്നാലെ പായാൻ നോക്കിയാൽ അവരൊന്നും എക്കാലവും കൂട്ടുകൂടില്ല. നിങ്ങൾ ദുർബലമാകുമ്പോൾ അവയൊക്കെ നിങ്ങളെ വിട്ടുപോകും. അതിനാൽ അവനവനിലേക്ക് നോക്കുന്ന ആത്മവിദ്യയെ അറിയാൻ ആയുസ് ചെലവിടുക. വാങ്ങാൻ ക്യൂ നിൽക്കേണ്ടി വരില്ല. കൊടുക്കാൻ എന്നും ഏറെ ഉണ്ടാവുകയും ചെയ്യും. ഇതോടെ ഇന്നത്തെ എഡിറ്റോറിയൽ അവസാനിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് സച്ചിന്ത എന്താണെന്ന് നോക്കാം. എരിവും പുളിയും നന്നല്ല. ആചാര്യനോടുള്ള ചോദ്യവും അതിന് ആചാര്യൻ നൽകുന്ന മറുപടിയുമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യം ചോദ്യം എന്താണെന്ന് നോക്കാം. സാത്വികമായ ഭക്ഷണത്തിൽ എരിവ്, ഉപ്പ്, പുളി എന്നിവ വളരെ കുറവായിരിക്കണമെന്ന് സാധനാ പരിശീലകർ നിർദ്ദേശിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇതൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിക്കൽ ആലോചിക്കാനേ വയ്യ. എന്നാൽ എനിക്ക് ആത്മീയത ഇഷ്ടവുമാണ്. ഞാൻ ഭക്തിയുള്ള ആളുമാണ്. ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭക്തരായിരുന്നാൽ എന്താണ് കുഴപ്പം? അതിൻ്റെ മറുപടി എന്താണെന്ന് നോക്കാം. ഒരു കുഴപ്പവുമില്ല. ഭക്തിയോടെ ജീവിക്കുന്നതിന് ആഹാര നിയന്ത്രണം ഒരു ഘടകമേ അല്ല. ഇഷ്ടമുള്ളത് അധികം സ്വീകരിക്കുക എന്നതാണ് ഭക്തി. ഈശ്വരനോട് ഇഷ്ടം അധികരിക്കുന്നതാണ് ഈശ്വരഭക്തി. ഈശ്വരഭക്തി ഉള്ളവർക്ക് ഈശ്വരകാര്യം ഒഴികെ മറ്റൊന്നും പഥ്യമല്ല. അതിൽ മാത്രം നിർബന്ധവും മറ്റെല്ലാം കിട്ടിയാലായി, ഇല്ലെങ്കിൽ വേണമെന്നില്ല എന്ന ഭാവമായിരിക്കും. ആഹാരത്തോട് പ്രിയമുള്ളവരുണ്ട്. അതും ഒരുതരം ഭക്തിയാണ്. അവർ ഭക്തിയെ തന്നെ ആഹാരത്തിനുള്ള ഇടങ്ങളാക്കി മാറ്റും. അവർക്കു വേണ്ടിയാണ് പായസം, അവൽ നേദ്യം, വടനേദ്യം, പ്രസാദമൂട്ട് ഇതൊക്കെ. ഈ വക കാര്യങ്ങൾ ഇല്ലാത്ത ക്ഷേത്രങ്ങളിൽ ആളുവരവ് കുറവായിരിക്കും. പറശ്ശിനിക്കടവ് പോലെയുള്ള ഇടങ്ങളിൽ കിട്ടുന്ന പ്രത്യേക ഭക്ഷണം കൊതിച്ച് ദർശനത്തിന് പോകുന്നവരെ കണ്ടിട്ടില്ലേ? അങ്ങനെയും ജീവിക്കാം, തെറ്റൊന്നുമില്ല. എല്ലാവരും ഓരോ വാസനയനുസരിച്ച് ജീവിക്കുന്നവരാണ്. വാസനയാണ് ഇഷ്ടാനിഷ്ടങ്ങളെ തീരുമാനിക്കുന്നത്. വാസന നിലനിൽക്കുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളിൽ മാറ്റുക പ്രയാസമാണ്. വാസനയെ ജയിക്കാനുള്ള മാർഗങ്ങളാണ് സാധനാനുഷ്ഠാനങ്ങൾ. അവ ശീലിക്കുന്നവരോടാണ് എരിവ്, പുളി, ഉപ്പ് എന്നിവ കുറയ്ക്കാൻ പരിശീലകർ ഉപദേശിക്കുന്നത്. അതിന് ഭക്തിയുമായി ബന്ധമില്ല. സാധനാനുഷ്ഠാനങ്ങൾ ഭക്തിയിൽ അധിഷ്ഠിതമാണെങ്കിലും ഭക്തി സാധനാനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമല്ല. അതാണ് വ്യത്യാസം. സാധനാമാർഗങ്ങൾ ശീലിക്കാനും ഒരു പൂർവാർജിത വാസന വേണം. അത്തരക്കാർക്ക് പഥ്യം സാധനാബലത്തോടാകും. അവർ അവരെ നയിക്കുന്ന ആചാര്യൻ അല്ലെങ്കിൽ ഗുരു ഉപദേശിക്കുന്നതൊക്കെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച് സന്തോഷത്തോടെ ചെയ്യും. ഉപവാസം, വ്രതം എന്നിവയെല്ലാം അവർ വളരെ ഇഷ്ടത്തോടെയാവും അനുഷ്ഠിക്കുക. ഭക്തിയുണ്ടെന്ന് കരുതി എല്ലാവർക്കും സാധകരാകാൻ സാധിക്കില്ല. അവനവനെക്കൊണ്ട് സാധിക്കുന്നത് മാത്രം ചെയ്യുകയാണ് നല്ലത്. എല്ലാവരും കാണിക്കുന്നത് കണ്ടുകൊണ്ട് നിയമവ്യവസ്ഥയുള്ള ഒരു മാർഗത്തിലും ചെന്ന് ചാടി കൊടുക്കരുത്. അവിടെ നിയമം പാലിക്കാൻ പറ്റാതെ വരുമ്പോൾ ബാക്കി ജീവിതം കുഴപ്പത്തിലാകും. ഭക്ഷണത്തിലെ എരിവും പുളിയും ഉപ്പും കുറയ്ക്കുന്നത് സംഭാഷണത്തിലെയും ചിന്തയിലെയും എരിവ് പുളികൾ നിയന്ത്രിക്കാനാണ്. ചിന്തയെ പുളിപ്പിക്കുകയോ എരിവ് കയറ്റുകയോ ചെയ്താൽ സാധനാവൃത്തി നശിക്കും. അതിനാൽ കഴിയുന്നത് മാത്രം ചെയ്യുക, അല്ലാത്ത മാർഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. സത്ചിന്ത അവസാനിക്കുന്നു. പുതിയ വിഷയങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്തേ.